പണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന മലയാളി നേഴ്സസിനെയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തൊട്ട് പഠന സൗകര്യങ്ങൾ വരെ നമുക്ക് അത്യാധുനികമായിട്ടുള്ള ലാബുകളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് 50% മാർക്കുള്ളവർക്ക് വരെ നഴ്സിംഗ് പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും ഒപ്പം വയനാട് വിഷൻ ചാനലും ചേർന്ന് അവതരിപ്പിക്കുന്ന ആരോഗ്യ ദർശനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആധുനിക കാലത്ത് നഴ്സിംഗ് പഠനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ അബ്രോഡൊക്കെ പോകുന്നത് എപ്പോഴും ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നതിന് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ലിൻഡ ആൻ്റണി നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും പ്രാധാന്യമുണ്ട്, കുറച്ചുകൂടി വിപുലമായി നഴ്സിംഗ് മേഖല പുരോഗമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? എത്രത്തോളം പ്രാധാന്യമുണ്ട് നഴ്സിംഗ് പഠനത്തിന്? നഴ്സിംഗ് പഠനത്തിൻ്റെ പ്രാധാന്യം ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ജനങ്ങൾ, പബ്ലിക്ക് പോലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം മുമ്പേ പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഓർക്കുമ്പോൾ കുറച്ച് ചെറിയൊരു പനിയല്ലേ, അല്ലെങ്കിൽ ഒരു മേലുവേദനയല്ലേ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാം. മേ ബി അന്നത്തെ കാലത്ത് ഇത്രയും ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ബട്ട് ഇപ്പോൾ ഫെസിലിറ്റിയും കൂടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ആ ഒരു അവബോധവും ചിന്തയും അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കണം എന്നുള്ളൊരു ബോധവും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് നഴ്സുമാർക്ക് പ്രാധാന്യം കൂടി വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ നഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഒരു ജോബ് എന്നത് മാത്രം ലാക്കാക്കി കൊണ്ടുവരിക. മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ സർവീസ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വന്നിരുന്നൊരു കാലമുണ്ട്. ഇന്നിപ്പം വിദേശത്തേക്ക് പോകാനൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സാധ്യത എന്നുള്ള രീതിയിലൊക്കെ നഴ്സിംഗ് പഠനത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ജോബ്, ഈ ഒരു തരത്തിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം വരുന്ന ആളുകൾ ഇതിനെ, ഈ ഒരു ജോബിനെ? നഴ്സിംഗ് ഒരു കണക്കിൽ പറഞ്ഞാൽ ഒരു സർവീസുമാണ്, അതോടൊപ്പം തന്നെ അവനവൻ്റെ ജീവനോപാധിയാണ്, ജോബുമാണ്. എത്രയാണെങ്കിലും ജോലി ചെയ്ത് അവന് അതിൻ്റെ ഒരു ഇൻകം ഉണ്ടായാൽ മാത്രമേ മനുഷ്യൻ്റെ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊരു ജോബ് തന്നെ, അല്ലെങ്കിൽ ഒരു ജോലിയായിട്ട് തന്നെ അതിന് അർഹമായ വേതനം, അർഹമായ സ്റ്റാറ്റസ് ഒക്കെ കൊടുത്ത് തന്നെ കണ്ടുവേണം പോകാൻ. അതോടൊപ്പം തന്നെ ആ ജോലി ചെയ്യുന്നയാൾക്ക് ഒരു സർവീസ് മെൻറ്റാലിറ്റി, അതിനോടൊരു ആറ്റിറ്റ്യൂഡ്. നഴ്സിംഗ് എൻ്റെ മുൻപിൽ വരുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് അവന് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ അടുക്ക വന്നതെന്നും അവന് ഞാൻ എല്ലാവിധ മാനുഷികമായിട്ടുള്ള എല്ലാ പരിഗണനയും നൽകി അവൻ്റെ ആ ഒരു സുഖം പ്രാപിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നഴ്സിന് വേണം. ഒരു ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഒരു പേഷ്യൻ്റ് വന്നിട്ട് ആദ്യം കാണുന്നത് നഴ്സിനെയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രാഥമിക റിപ്പോർട്ടൊക്കെയാണ് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ആദ്യം പോവുക അല്ലേ? അപ്പോൾ ആ നഴ്സിംഗ് ജോലിക്ക് ഇപ്പം ഒരു മെഡിക്കൽ രംഗത്ത് അങ്ങനെ വരുമ്പോൾ എത്രത്തോളം പ്രാധാന്യം? അതുകൊണ്ടാണല്ലോ നമ്മൾ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഒരു പേഷ്യൻ്റ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു നഴ്സിനെ ആയിരിക്കും. അപ്പോൾ ആ നഴ്സിന് അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവനോട് ചോദിച്ചറിയാനും അവനോട് നല്ലൊരു റാപ്പോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം, പെരുമാറ്റം, അതിലൂടെയൊക്കെ അവനോട് കാര്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അവരോട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഡോക്ടറിൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇവർ തന്നെയാണ് പേഷ്യൻ്റുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നത്. ആ ഒരു ഇൻട്രാക്ഷൻ, പേഷ്യൻറ്റിൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു അവനവൻ്റെ ആ ഒരു പഠനത്തിലൂടെ കിട്ടിയ വിവരവും വിജ്ഞാനവും അനുഭവ സമ്പത്തും എല്ലാം ചേർന്ന് വേണം നേഴ്സ് പ്രവർത്തിക്കാനായിട്ട്. ഇപ്പോൾ കൂടുതൽ അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളൊക്കെ വന്നു. പണ്ട് നഴ്സിംഗ് ജോലിയിൽ നിന്നും അപേക്ഷിച്ച് അവരുകൂടി ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കേണ്ടി വരുന്നൊരു സന്ദർഭമുണ്ട്. ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിൽ അതിന് എത്രത്തോളം സൗകര്യങ്ങളുണ്ട്?
പഠനരംഗത്ത് മികച്ച സൗകര്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ്. അത് നമ്മുടെ ഫാക്കൽറ്റി തൊട്ട് 1:10 റേഷ്യോയിലാണ് ഫാക്കൽറ്റി അല്ലെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡ് നോമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തൊട്ട് പഠന സൗകര്യങ്ങൾ വരെ നമുക്ക് അത്യാധുനികമായിട്ടുള്ള ലാബുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആധുനിക നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമുലേഷൻ ലാബ്, സിമുലേഷൻ ട്രെയിനിങ്, അത് കുട്ടികൾക്ക്, അതായത് കുട്ടി ഒരു റിയൽ പേഷ്യൻ്റ് എടുക്ക ചെല്ലുന്നതിന് മുൻപേ സിമുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാനിക്കിൻ, ഹൈ ഫിഡിലിറ്റി മാനിക്കിനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് അതിൻ്റെ ആ ഒരു സ്കില്ലൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് റിയൽ പേഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ വിടുന്നത്. നേരത്തെ കണക്ക് നമ്മൾ പഠിപ്പിച്ചു അല്ലെങ്കിൽ അതൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണിച്ച് അല്ലെങ്കിൽ വിവരിച്ച് കൊടുത്ത് അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ അത് ലാബ് അവേഴ്സ് തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ കരിക്കുലം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ പാഠ്യപദ്ധതി ഇവിടെയും നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ കോളേജിന് ഹൈ ഫിഡിലിറ്റി മാനിക്കിനുള്ള സിമുലേഷൻ ലാബുകളുണ്ട്. അതോടൊപ്പം റിയൽ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രിയുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നഴ്സിംഗ് കോളേജിൽ നമ്മുടെ നഴ്സിംഗ് സ്റ്റുഡൻസിനെ വാർത്തെടുക്കുന്നത്. അതിന് തെളിവ് തന്നെയാണ് നമുക്ക് കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല റിസൾട്ടാണ്. കുട്ടികൾക്ക് പാഠ്യപദ്ധതികളിൽ മാത്രമല്ല, ഈവൻ സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ മുൻപന്തിയിലാണ്. വയനാട്ടിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ സോണൽ വൈസായാലും സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും അവർ പോയി മത്സരിക്കാറുണ്ട്. അവർക്ക് പാഠ്യേതര സ്പോർട്സ്, ആർട്സ് അതിന് കിട്ടുന്നത് പോലെ തന്നെ പരിഗണന നമ്മുടെ പഠനത്തിലും നമ്മൾ കൊടുക്കാറുണ്ട്, അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ സ്വാഭാവികമായും നമ്മൾ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ചിട്ട് ആളുകൾ പറയാറുണ്ട്. സാമ്പത്തികമാണ് അവിടെ പോകുന്നതിന് മാനദണ്ഡം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഒരു സർവീസ് കൂടി ആവുന്ന സമയത്ത് കുട്ടികളെ അഡ്മിഷൻ എടുക്കുമ്പോൾ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് പാലിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അവിടെ മെറിറ്റ് ഒക്കെ ഉണ്ടാവാം. അത് മാത്രമാണോ മറ്റെന്തെങ്കിലും തരത്തിൽ ആ ഇൻ്റർവ്യൂവിൽ സ്പെസിഫൈ ചെയ്ത് മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ മാനദണ്ഡങ്ങൾ, ഗവൺമെൻറ് പറയുന്ന മാനദണ്ഡങ്ങൾ മാത്രമാണ് നമ്മുടെ കോളേജിൽ നമ്മൾ പാലിച്ചു വരുന്നത്. അതായത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്, നമ്മുടെ ചെയർമാൻ ഇപ്പോൾ 20 കുട്ടികളെ സൗജന്യമായിട്ട് എടുക്കുന്നുണ്ട്. ആ കുട്ടികളുടെയും മെറിറ്റും നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നോക്കിയാണ് ഏറ്റവും അർഹരായ 20 പേരെ നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്കിയുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് 50% മാർക്കുള്ളവർക്ക് വരെ നഴ്സിംഗ് പഠിക്കാം. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിലോട്ട് അത് വരുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ, ഇപ്പം ഒരു 42 സീറ്റിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതെങ്കിൽ 400-500 ആപ്ലിക്കേഷൻസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 50%കാർക്ക് നമ്മൾ കൊടുക്കാത്തതല്ല, മെറിറ്റിൽ വരുമ്പോൾ അവർ താഴേക്ക് പോകുന്നതാണ്. അത്രത്തോളം ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്ര സുതാര്യമാണ് കാര്യങ്ങൾ, അല്ലേ? അതെ. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൊടുക്കുന്ന പ്രാക്ടീസ്, നഴ്സസിന് കൊടുക്കുന്ന പ്രാക്ടീസ് ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ തരത്തിലാണ് അവിടെ പഠനം ഫസ്റ്റ് ഇയർ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നത് കണക്ക് തന്നെ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ സ്റ്റാൻഡേർഡ് കരിക്കുലം ഫോളോ ചെയ്യാൻ നമ്മളെല്ലാവരും, കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജുകളും ബാധ്യസ്ഥരാണ്. നമ്മൾ പ്രത്യേകമായിട്ട് എന്താണോ നമ്മുടെ സ്റ്റാൻഡേർഡ് നോം അതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. ടീച്ചേഴ്സിൽ തുടങ്ങി ഓരോ ഫെസിലിറ്റിയും, കുട്ടികൾക്ക് കൊടുക്കേണ്ട തിയറി ക്ലാസ്സസ് ആവട്ടെ, അതുപോലെ തന്നെ മെൻറ്ററിങ്, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിന് 10 കുട്ടികൾ, ആ രീതിയിലാണ് ആ ഒരു പ്രത്യേക മെൻറ്ററിൻ്റെ കീഴിലാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ആ മെൻറ്ററിനെ അവർക്ക് പോയി കാണാം. അത് പഠന സംബന്ധമായ വിഷയങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല. അവരുടെ സൈക്കോളജിക്കലായിരിക്കാം, അവരുടെ പേഴ്സണലായിരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും ഈ കുട്ടികളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെൻറ്റർ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ഒരു മെൻറ്റർ മെൻറ്റി സംവിധാനം വളരെ കൃത്യമായിട്ട് നമ്മുടെ കോളേജിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് നല്ല ലാബുകളുണ്ട്. ലാബിലെ പരിശീലനങ്ങൾ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ നമ്മൾ നമ്മുടെ തന്നെയാണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അടുക്കലോട്ട് വിടുന്നത്. അപ്പോൾ കുട്ടികൾ അത്രയും കോൺഫിഡൻ്റ് ആകുകയാണ് ആ ഒരു ചെയ്യേണ്ട പ്രൊസീജിയറിൽ.
അല്ലെങ്കിൽ അവരുടെ സ്കിൽഫുള്ളായിട്ടാണ് ഒരു 40% 50% അങ്ങനെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് കുട്ടികളെ നമ്മൾ സർജറി പ്രൊസീജിയേഴ്സിലൊക്കെ കുട്ടികൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് പോവുക? ആ ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കിന് തുടങ്ങും. സെക്കൻഡ് ഇയറിലാണ് അവർ സർജിക്കൽ വാർഡുകളിലൊക്കെ പോസ്റ്റിംഗ് വരുന്നത്. ആദ്യത്തെ വർഷം അവർക്ക് ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സും പിന്നെ അനാട്ടമി ഫിസിയോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളും ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവരെ പൊതുവായിട്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. മെഡിക്കൽ കോളേജ് അവർക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റീസ് നൽകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ മെഡിക്കൽ പ്രൊഫഷൻ ഒരു ഭാഗത്ത്, അതോടൊപ്പം ക്ലിനിക്കൽ വർക്കുകൾ മറ്റൊരു ഭാഗത്ത് വരുന്ന സമയത്ത് അവർക്കത് കുറച്ച് റിലാക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സുതാര്യമായ കാര്യങ്ങളുണ്ട്? രണ്ട് മേഖലയെ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് അവർക്കത് പഠിച്ചു പോകാം. അത് നമ്മുടെ കരിക്കുലം വെൽ പ്ലാൻഡ് ആണ്. ആ ഒരു പ്ലാനിങ് അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോ സെമിസ്റ്ററിലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് എവിടെ ചെയ്യണം, ഏത് വാർഡിൽ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ഡോക്ടറിൻ്റെയും കൂടെ സൂപ്പർവിഷനിലാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈവൻ പരീക്ഷകളാണെങ്കിലും വൈവ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമുകൾ ഇതെല്ലാം വളരെ പ്ലാൻ ചെയ്ത്, അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്രയൊരു സ്ട്രെസ്സിലോട്ട് വരുന്നില്ല എന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞത് കണക്ക് നമ്മുടെ കോളേജിൽ 5 ക്ലബ്ബുകളുണ്ട്. റീഡിംഗ് ക്ലബ്ബുണ്ട്, നേച്ചർ ക്ലബ്ബുണ്ട്, യോഗ ക്ലബ്ബുണ്ട്. അങ്ങനെ ഈ ക്ലബ്ബുകളിലൊക്കെ കുട്ടികൾക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈവൻ നമ്മുടെ കോളേജിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ വരെയുണ്ട്. NSSൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ചെറുതാണെങ്കിലും ഒരു വെജിറ്റബിൾ ഗാർഡൻ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അതിനകത്തുമൊക്കെ ഈവൻ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് വല്ലപ്പോഴും അവർക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നതിന് മുമ്പ് അവരുടെ സർവീസിൻ്റെ ഒരു തോത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവരതിന് ആപ്റ്റായോ, അത്തരം സർവീസുകൾ ചെയ്യാൻ ഓക്കെ ആയോ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രത്യേകമായിട്ടൊരു വർഷം അതിനു വേണ്ടിയൊക്കെ അങ്ങനെ ഉണ്ടോ? ഇപ്പോഴത്തെ കരിക്കുലം പ്രത്യേകിച്ച് അവസാനത്തെ സെമിസ്റ്റർ, അവസാനത്തെ 6 മാസം കുട്ടികളുടെ സ്കില്ല് അവരെത്രത്തോളം സ്കിൽഫുള്ളായി എന്ന് നോക്കാനായിട്ട്, വേറെ അവർക്ക് എക്സാം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തിയറി എക്സാംസ് ഇല്ല. അവർ വിവിധ വാർഡുകളിൽ അവർക്ക് പോസ്റ്റിംഗ് നമ്മൾ 6 മാസം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ സ്കില്ല് മാത്രം അസസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ഉള്ളൂ. അത് OSCE ലെവലിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഈ OSCE എന്ന് പറയുന്നത് കുട്ടികൾ എബ്രോഡ് ചെന്ന് കഴിഞ്ഞാലും അവരുടെ ഈ ഒരു പ്രാക്ടിക്കൽ സ്കില്ല് അവിടെ അസസ് ചെയ്യുന്നത് OSCE മെത്തേഡ് വെച്ചിട്ടാണ്. ഈ ഒരു എബ്രോഡിൻ്റെ കാര്യം പറയുമ്പം ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രത്തോളം കുട്ടികൾ വിദേശത്തോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്പെഷ്യലി അതുമായി ബന്ധപ്പെട്ട്, അപ്പോൾ നമ്മളെ ഇവിടുത്തെ സിസ്റ്റം ആയിരിക്കില്ല പലപ്പോഴും വിദേശത്തൊന്നും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് സ്പെഷ്യലായിട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ശരിയായ ഒരു കാര്യമാണ്. കാര്യം നമ്മളിപ്പം ഏഷ്യൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നത് കണക്കായിരിക്കില്ല ആഫ്രിക്കയിലോ അമേരിക്കയിലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കരിക്കുലത്തിൽ തന്നെ ട്രാൻസ് കൾച്ചറൽ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുണ്ട്. നമ്മളത് പഠിപ്പിക്കാറുണ്ട്. ഇനി അല്ലെങ്കിൽ അവരുടെ കോഴ്സൊക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളൊരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം പോലെ 1 or 2 എക്സ്പേർട്സിനെ കുറിച്ച് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളൊരു, അത് മുഴുവനായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ല, എന്നാലും അവരെ ഒന്ന് മോൾഡ് ചെയ്ത് വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുമ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും അവരെ ആ ഒരു എബ്രോഡ് ബേസും കൂടെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു കൾച്ചറിൽ ചെല്ലുമ്പോൾ. ഈവൻ നമ്മുടെ കൾച്ചറിൽ ലോങ് നെയിൽസ് ചിലപ്പം അക്സെപ്റ്റഡ് ആയിരിക്കുകയില്ല. പക്ഷേ ചിലയിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ലോങ് നെയിൽസ് അല്ലെങ്കിലും ട്രിം ചെയ്ത നെയിൽസ് വിത്ത് നെയിൽ പോളിഷ് തന്നെയായിരിക്കണം അവർക്ക് അവിടെ വേണ്ടത്. അതുപോലെ ഷുഡ് ബി ഓൾവേസ് ലിപ്സ്റ്റിക് ഇട്ട് വേണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റും കാഴ്ചപ്പാടും. അപ്പോൾ അതൊക്കെ അവരുടെ ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ, അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണിത്. ഇത് വളരെ കൃത്യമായ ഒരു മറുപടി കൂടിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ, കുറേ പിള്ളേർ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹോം നേഴ്സായിട്ടും അതുപോലെ നഴ്സിംഗ് രംഗത്തേക്ക്. അപ്പോൾ തീർച്ചയായും അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. മാഡം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 വർഷ കോഴ്സാണ് വരുന്നത്, അത് 4? അല്ല, നമുക്ക് 4 വർഷം BSc പ്രോഗ്രാമാണ്, 4 വർഷത്തെ കോഴ്സ് BSc പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ രീതികൾ എന്തൊക്കെയാണ് ഇവിടെ മറ്റു തലത്തിൽ? അവരുടെ ഇപ്പോൾ സയൻസ് വിഷയങ്ങൾ +2 ആഫ്റ്റർ +2 ആണോ? അതെ, ആഫ്റ്റർ +2ൻ്റെ മാർക്കാണ് നമ്മൾ
കൺസിഡർ ചെയ്യുന്നത്. നമ്മളെന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ക്രൈറ്റീരിയ അത് തന്നെയാണ്. നമുക്കിപ്പോൾ ടോട്ടലി 85 സീറ്റാണ് അറ്റ് പ്രസൻറ്റ് നമുക്കുള്ളത്. അത് മേ ബി 100 ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അടുത്ത അഡ്മിഷൻ തൊട്ട് നമ്മൾ 100 ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 85 സീറ്റിൽ പകുതി സീറ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് എടുക്കുന്നത്. മാനേജ്മെൻറ്റ് തന്നെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നാലും അത് അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് തന്നെയാണ് എടുക്കുന്നത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക്. അതിനും ഞാൻ ഈ പറഞ്ഞത് മെറിറ്റാണ് പ്രധാന ക്രൈറ്റീരിയ. അതിന് നമുക്ക് അഡ്മിഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സൈറ്റ് ഓപ്പൺ ആകും. സൈറ്റിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനിയല്ല, ബാക്കിയുള്ള സീറ്റുകൾ വരുന്നത് ഗവൺമെൻറ്റിൻ്റെ സീറ്റാണ്. ഗവൺമെൻറ് സീറ്റിൽ LBS ത്രൂ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു 20 പേരോളം സൗജന്യ പഠനത്തിലേക്ക് കൊണ്ടുവരുന്ന മാനേജ്മെൻറ്റ് സീറ്റിൽ തന്നെയാണോ അതോ ബാക്കിയുള്ള സീറ്റുകൾ? അങ്ങനെ നിർബന്ധമില്ല. അത് നമ്മുടെ ബാക്കി പറഞ്ഞല്ലോ, മെറിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കൂടെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനെയും അതിനകത്ത് അവർ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ പുതിയ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടോട്ടൽ സീറ്റ് എത്രയാണ് വേണ്ട ഉള്ളത്? 85 സീറ്റ്. അപ്പോൾ എത്രത്തോളം ആപ്ലിക്കേഷൻ വരാറുണ്ട് അതിന്? അതാണ് ഞാൻ പറഞ്ഞത്, 400-500 ആപ്ലിക്കേഷൻസ് എല്ലാ വർഷവും വരുന്നുണ്ട്. ഈ തവണ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ? അതെ. ഏകദേശം ആളുകളായി എന്നാണോ? ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ ഫർദർ സ്റ്റെപ്സിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വരണം. അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് നമ്മൾ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ അതിൻ്റെ പഠന സൗകര്യങ്ങൾ കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കൊണ്ടൊക്കെ ഇങ്ങനെ മികച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് 10-500 ആപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ചാരിറ്റി വർക്ക് കൂടിയായിട്ട് നഴ്സിംഗ് കോളേജിലേക്ക് 20, അതുപോലെ ഫാർമസി കോളേജിലേക്ക് 20, MBBS പഠനത്തിന് 5 പേര്, ഇങ്ങനെ സ്കോളർഷിപ്പ് MBBSന് മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. മറ്റ് 2 കോഴ്സുകളിലേക്കും ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എന്നാൽ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള കുട്ടികളെ പ്രവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചാരിറ്റി കൂടി ഇതിനോടൊപ്പം നടത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നഴ്സിംഗ് കോളേജിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രൊഫസർ ഡോക്ടർ ലിൻഡ ആൻ്റണി മാഡം നമ്മളോട് പറഞ്ഞത്. അപ്പം നഴ്സിംഗ് കോളേജ് ഇപ്പോൾ ഒരു നഴ്സായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കോഴ്സ് എടുക്കാൻ വരുന്ന ആളുകളോട് മാഡത്തിന് പറയാനുള്ള കാര്യം? പ്രത്യേകമായിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, ഏറ്റവും ഒരു ഡിഗ്രി പഠനത്തിന് ശേഷം തന്നെ ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് നഴ്സിംഗ്. ബാക്കി എല്ലാ ഡിഗ്രികളും പരിശോധിച്ചാൽ PG ചെയ്യണം അല്ലെ PhD ചെയ്യണം ഒരു ജോലിയിലോട്ട് പ്രവേശിക്കാൻ. നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പം തന്നെ അവർക്കൊരു ജോലിയാകും. അത് ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അവർക്ക് പുറത്തൊക്കെ പോയി നല്ല ഒരു ശമ്പളം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് മാറാവുന്നതുമാണ്. അങ്ങനെയൊരു സന്ദർഭത്തിൽ ഇത് നഴ്സിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ വരുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ഞാൻ പറയും എമ്പതി. അതായത് നമ്മുടെ മുൻപിൽ വരുന്നവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം, പിന്നെ ഒരു അഡാപ്റ്റബിലിറ്റി. നമ്മളിപ്പം വേറൊരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി, അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുട്ടികൾക്ക് കുറച്ച് കുറവായിട്ട് കാണുന്നത്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഒത്തിരി ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും 1% തിരിച്ചു വരുന്നത് ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെല്ലുന്ന പുതിയ ഒരു സ്ഥലത്തെ അവരുടെ ആൾക്കാരെ അവരെ കൂടെ മനസ്സിലാക്കി അവരുടെ കൾച്ചറും അവരുടെ കസ്റ്റവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കണക്ക് തന്നെ ഇന്ത്യൻ നഴ്സസിന് വീണ്ടും നല്ലൊരു ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്ന മലയാളി നഴ്സസിനെ ആയിരുന്നു. ആ ഒരു ലെവലിലോട്ട് തന്നെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ കൃത്യമാണ് പറഞ്ഞത്. ഇന്ത്യൻ നഴ്സസിന് അത്രത്തോളം ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, വീണ്ടും വരുന്നുണ്ട്. ഇപ്പം നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അത് നഴ്സിംഗ് പഠനത്തിന് ശേഷമാണ് കൂടുതൽ ആളുകൾ പോകുന്നത്. അവിടെയൊക്കെ ആവശ്യം പരിചരണത്തിനായിട്ട് ആളുകളെയാണ്. അപ്പോൾ ഈ പരിചരണത്തിന് പോകുന്ന നഴ്സസിൻ്റെ അടുക്കൽ നിന്നുണ്ടാകുന്ന
അവരുടെ പെരുമാറ്റം, അവരുടെ കാര്യങ്ങൾ, അവരുടെ ആ പരിചരണ രീതിയൊക്കെയാണ് ശ്രദ്ധേയമാകുന്നത്. അതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ, മാർഗ്ഗനിർദ്ദേശങ്ങൾ, പഠന രീതികളാണ് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാൽ പ്രൊഫസർ ഡോക്ടർ ലിൻഡ ആൻ്റണിയാണ് നമ്മളോടൊപ്പം ഇന്നത്തെ ആരോഗ്യ ദർശനത്തിൽ പങ്കെടുത്തത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു വിലപ്പെട്ട സമയം പങ്കെടുത്തതിൽ ഡോക്ടർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം.